ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അയ്യപ്പേട്ടൻ്റെ അടുത്ത് ഗോവിന്ദ് ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഒന്നൊരു സംഭവം ഉണ്ടായി, എനിക്ക് തൊലി ഉരിഞ്ഞു പോവാ അയ്യപ്പേട്ട. എന്താ കുഞ്ഞ സംഭവം? അത് ഗീതു ബാക്കി പറ കുഞ്ഞെ എന്ന് പറയുമ്പോൾ ഞാൻ ഗീതുവിൻ്റെ സാരി അഴിച്ചു. എൻ്റെ മോനെ, പൊന്നു മോനെ, നീ എന്താ ചെയ്തത്? അറക്കൽ മാധവ മുതലാളുടെ മകൻ ഇങ്ങനത്തെ ഇത്രക്കാരനാണെന്നുണ്ടെങ്കിൽ ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗീതു വിചാരിക്കും ഞാൻ എൻ്റെ ഒത്താശയോട് കൂട്ടിയാണ് കുഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തെന്ന്. എൻ്റെ അയ്യപ്പേട്ട ഞാൻ പറഞ്ഞത് ആദ്യം ഫുള്ളായിട്ട് കേൾക്ക്, വേണ്ട ഇനി പൂർത്തിയായിട്ട് വിശദീകരിക്കേണ്ട, മതി എന്നൊക്കെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, അയ്യപ്പേട്ട ഞാൻ ഫുള്ളായിട്ടൊന്ന് പറയട്ടെ എന്ന് പറയുവാണ്. അത് ഞാൻ റൂമിലേക്ക് പോയപ്പോൾ ഗീതു ഡ്രസ്സ് നീങ്ങിയിരിക്കണ കണ്ടു. അത് ഡ്രസ്സ് നേരൊക്കെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷെ അവളെ തെറ്റിദ്ധരിച്ചു. ഞാൻ അവളുടെ സാരി ഊരാൻ പോകണമെന്ന് അവൾ വിചാരിച്ച് തെറ്റിദ്ധരിച്ചു. ഓഹോ, ഇതാണോ കാര്യം എന്ന് അയ്യപ്പേട്ടൻ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കേണ്ടതല്ലേ? കുഞ്ഞിൻ്റെ ഭാര്യ തന്നെയല്ലേ അത്? അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ എന്താ ഇത്ര വലിയ തെറ്റൊന്നുമില്ല, മര്യാദയ്ക്ക് റൂമിലേക്ക് പോകുന്നേ എന്ന് പറയാണ്. അതിനുശേഷം ഭദ്രനെ വിലാസിനെ കാണിക്കണത് രണ്ടുപേരും ഗീതു കൊടുത്ത അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കട്ടെ. പക്ഷേ വിനോദിന് ഇതുവരെ കാണുന്നില്ലല്ലോ, അവനിത് എവിടെ പോയി? വരുന്നുണ്ട് വിനോദിന് കാറ് വരുന്നുണ്ട് എന്ന് പറയാണ്. എടാ മോനെ, ഗീതു അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നു. തന്നു. ദേ രണ്ടുപേർക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഹടിയും വലത് കൈ വെച്ച് മേടിക്കടി. അയ്യോ, AGM ഗ്രൂപ്പിൽ നമുക്ക് നമ്മൾ നാളെ മുതൽ ജോലിക്കാർ എന്നൊക്കെ പറയുമ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് വരുക. ഇതെന്ത് ജോലിക്കാണ് പോകാൻ പോണത്? അതെ, നാളെ മുതൽ ഞങ്ങൾ AGM ഗ്രൂപ്പിലെ എംപ്ലോയീസോ? അതെ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? എൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അതെ, നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ വേലക്കാരെ വെക്കും. അതിന് സാലറി, എൻ്റെ ബജറ്റിൻ്റെ സാലറി തന്നെ ധാരാളം. അയ്യോ, അത്ര വലിയ സാലറി ഒന്നും കിട്ടില്ല അമ്മേ എന്ന് വിനോദ് പറയുമ്പോൾ അത് നീയാണ് തീരുമാനിക്കണേ. AGM ഗ്രൂപ്പിലെ എംപ്ലോയീസിന് നല്ല സാലറിയാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ അതെ, അത് ശരിയാണ്. പക്ഷേ നിങ്ങളെ അവിടുത്തെ സെക്യൂരിറ്റിയും ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് നിയമിച്ചേക്കണത്. സെക്യൂരിറ്റിയും ക്ലീനിങ് സ്റ്റാഫോ എന്ന് വിലാസിന് ചോദിക്കുമ്പോൾ അതെ, പിന്നെ നിങ്ങളുടെ പഠിപ്പും വിവരവും അനുസരിച്ചിട്ടുള്ള ജോലിയല്ലേ ചേച്ചിക്ക് തരാൻ പറ്റുള്ളൂ. സെക്യൂരിറ്റി ആയിട്ട് അച്ഛൻ, ക്ലീനിങ് സ്റ്റാഫായിട്ട് അമ്മ. നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാട്ടോ. എന്നാൽ നമ്മളെ ചതിച്ചല്ലോ ഭദ്രേട്ട എന്ന് വിലാസിനി പറയുമ്പോൾ ഇത് ഇപ്പം തന്നെ അവിടുത്തെ ചോദിക്കാൻ പോകണം. അല്ല, ഇപ്പം അങ്ങോട്ട് ചോദിക്കാൻ പോയിക്കാൻ രാധിക അവിടെ 50 ലക്ഷം നമുക്ക് കൊടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കാതിരിക്കാൻ വിഷമിച്ചിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു കണ്ണാടി നോക്കിയിട്ട് പ്രതിബിംബത്തിനടുത്ത് ഒരേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രതിബിംബം പറയുന്നുണ്ട്, ദേ ഗോവിന്ദ് കുറച്ച് ചമ്മിയിട്ടിരിക്കുന്ന സമയമാണ്, ഈ സമയത്ത് നല്ലൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ നീ ചെയ്യണം. എന്താ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം ഗീതു നേരെ ഗോവിന്ദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗോവിന്ദ് ആകെ ചമ്മിയിട്ട് റൂമിലേക്ക് കയറുന്നില്ല കേട്ടോ. ഗീതു ഗോവിന്ദിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗോവിന്ദ് കണ്ണിട്ടൻ റൂമിലേക്ക് വരാത്ത? അത് ഗീതു തന്നെ ഫേസ് ചെയ്യാണ്ട് എനിക്ക് വരുന്ന ബുദ്ധിമുട്ട്. എന്തിനാണ് ബുദ്ധിമുട്ടണത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഒരാളെന്നെ കല്യാണത്തിന് മുമ്പ് നശിപ്പിക്കാൻ ശ്രമിച്ചു, കല്യാണം കഴിഞ്ഞിട്ട് ദേ ഭർത്താവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. കിഷോറും കണ്ണേട്ടനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഞാൻ കിഷോറിനെ കാണുന്ന പോലെ തന്നെയാണ് കണ്ണേട്ടനെ കാണുന്നത്. എടോ ഗീതു, ഞാൻ പറഞ്ഞ താനൊന്ന് കേൾക്കടോ. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ല, തൻ്റെ സാരി നീങ്ങിയിരുന്നപ്പോൾ അത് നേരെയാക്കാൻ നോക്കിയതാ. വേണ്ട കണ്ണേട്ട, എന്നെ നശിപ്പിക്കാൻ കണ്ണേട്ട ശ്രമിച്ചു. പക്ഷേ കണ്ണേട്ടൻ, ഞാൻ സത്യം പറയട്ടെ, കണ്ണേട്ടൻ ഒരു ഭർത്താവിൻ്റെ പോലെയാണ് എന്നെ സ്പർശിച്ചതെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടായില്ല. നീ എന്താ പറഞ്ഞത്? അതെ, കണ്ണേട്ടൻ എന്നൊരു ഭാര്യനെ പോലെ കണ്ട് ഭർത്താവായിട്ടാണ് എന്നെ തൊട്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ആഹാ, അപ്പോൾ നിൻ്റെ ഉദ്ദേശം അതാണല്ലേ? നിനക്കിപ്പോൾ ഞാൻ ഭർത്താവായിട്ട് വരണം, നിൻ്റെ കാര്യങ്ങളൊക്കെ നേടണം. എടി, ഞാൻ പറയണം, നീ ശ്രദ്ധിച്ച് കേട്ടോ. ഒരിക്കലും ഈ ജന്മത്ത് ഞാൻ നിന്നെ ഭാര്യയായിട്ട് സ്നേഹിക്കില്ല എന്ന് പറയുമ്പോൾ ഗീതു ആകെ നെട്ടുവാട്ടോ. അനുഷം ഗോവിന്ദ് പറയണ്ട്, അന്ന് ഞാൻ അമ്മയുടെ മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്തില്ലേ, ഒരിക്കലും നിന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കുമെന്ന്. ഒരു തെരുവ് പെണ്ണെ കെട്ടേണ്ടി വന്നാലും നിന്നെ ഞാൻ കെട്ടില്ലട്ടി, നിന്നെ ഞാൻ സ്നേഹിക്കില്ല, സ്വീകരിക്കില്ല എന്നൊക്കെ പറയാണ്. പെട്ടെന്ന് പ്രതിബിംബത്തിനോട് ഗീതു പറയണ്ട, ആഹാ, ഇതാണ് നിൻ്റെ പ്ലാൻ. ഈ പ്ലാൻ പോയാലോ കണ്ണേട്ടൻ്റെ മുഖത്തടിക്കും, ഈ പ്ലാനൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒരു പ്ലാൻ മാത്രമാണ് കേട്ടോ. ഗീതു അതിനെക്കുറിച്ച് ആലോചിച്ചാണ്. അതിനുശേഷം ഗീതു അവിടെ പോയിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വരുന്നുണ്ട് പായായിട്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ഈ പായ വിരിച്ച് നിലത്ത് കിടന്നോളാം എന്ന് പറയുമ്പോൾ ഗീതു പറയണ്ട, ആഹാ, അതിൻ്റെ കൂടി കുറവേ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതും പൂർത്തിയായി എന്ന് പറയാണ്. ആ സമയത്ത് ഗോവിന്ദ് പറയണ്ടല്ല, നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കോ കണ്ണേട്ടന് വിശ്വാസമില്ലെന്നോ? ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കണ്ണേട്ടൻ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോൾ എൻ്റെ സാരി ഇങ്ങനെ പിടിച്ച് നിൽക്കണപ്പോൾ എനിക്ക് വല്ലാത്ത പോലെ തോന്നി. പക്ഷേ ഞാൻ കണ്ണേട്ടനല്ലാണ്ട് വേറെ ആരെ കണ്ടിട്ടാണ് ഈ ലോകത്ത് വിശ്വസിക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ മോശമായിട്ട് കണ്ണേട്ടൻ നോക്കിയിട്ടില്ല. ആ കണ്ണേട്ടനല്ലാണ്ട് ഞാൻ വേറെ ആരെ വിശ്വസിക്കേണ്ടത് എന്ന് പറയുവാണ്. ആ സമയത്ത് ഗോവിന്ദന് സമാധാനമാവട്ടോ.
ഗോവിന്ദൻ്റെ ഗീതു പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാണ് കണ്ണേട്ടനെ ചൂടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കണ്ണേട്ടനെ എനിക്ക് അപ്പം തന്നെ വിശ്വാസമായിരുന്നു, കണ്ണേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓഹോ, അപ്പം നീ എന്നെ ഫൂളാക്കിയതാണല്ലോ, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വേഗം പോയി കിടക്കുവാണ്. ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുവാണ് ഗീതുവിൻ്റെ മനസ്സിൽ ഫുള്ളും ഗോവിന്ദനോട് ഇഷ്ടമാണെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഗോവിന്ദ് പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, നിന്നെ ഞാൻ കല്യാണം കഴിക്കില്ല, നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല, തെരുവ് പെണ്ണെ കെട്ടിട്ട് വന്നാലും നിന്നെ കെട്ടില്ല, ആ ഡയലോഗ് ഓർത്തിട്ട് മാത്രം ഗീതു മനസ്സ് തുറക്കാണ്ടിരിക്കുക കേട്ടോ. രാവിലെ ആകുമ്പോഴേക്കും ഗോവിന്ദ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗീതു അവിടെ ഇരിക്കുവാണ്. ഗീതുവിനോട് ചോദിക്കേണ്ടത്, നീ വല്ല ഫുഡും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന മറുപടി പറയണേ, ഇല്ല മാമ ഞാൻ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ, എടി നിന്നോടല്ലടി കാഞ്ചന ചോദിച്ചോ, ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചത് ഗീതുവിൻ്റെ അടുത്ത്, നീ കഴിച്ചോ? ഇല്ല കണ്ടിട്ടാ, കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് മൈലാഞ്ചിയെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയാണ്. ആ സമയത്ത് രാധികാമ്മ അങ്ങോട്ടേക്ക് നടന്ന് വന്നെ കാണുമ്പോൾ ഗീതു പെട്ടെന്ന് പറയണ്ട്, കണ്ണേട്ടാ എൻ്റെ കയ്യിൽ മൈലാഞ്ചി, എനിക്ക് നല്ല വിശപ്പ്, കണ്ണേട്ടൻ വാരിത്തരോ? ആഹാ അത് കൊള്ളാലോ, ഞാൻ വാരിത്തരുമൊന്നുമില്ല, പ്ലീസ് കണ്ണേട്ടാ എന്ന് പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന രാധികാമ്മനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.